وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബ് ക്രോഡീകരിച്ച ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ മൻസിലത്തുൽ ഖുലുഖ്, സ്വഭാവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവത്തിൽ എങ്ങനെയാണ് അവൻ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാകേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആ സ്വഭാവം, നല്ല സ്വഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ തുടർന്ന് വരുന്ന, അല്ലെങ്കിൽ ആ മൻസിലത്തുൽ ഖുലുഖിന്റെ ഒരു ഫസ്ലായി കൊണ്ട് തന്നെ തുടർന്ന് വന്നിട്ടുള്ള ഒന്നാണ് സുബുലു തഹ്ദീബിൽ അഖ്ലാഖ്, സൽസ്വഭാവത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാനുള്ള, ഏറ്റവും നല്ല രീതിയിലാക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ. ഈ ഒരു ഫസ്ലിന്റെ കുറച്ചു ഭാഗം നാം വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു, സ്വഭാവത്തെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് കൊണ്ട് ഈ ഫസ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയ ഓരോ മനുഷ്യരിലുണ്ടാകുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാകും, ചില ആളുകൾ അസൂയ ധാരാളമായിട്ടുള്ള ആളുകളായിരിക്കും, ചില ആളുകൾ ആർത്തി ധാരാളമായിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെ പല വ്യത്യസ്ത സ്വഭാവങ്ങൾ ആളുകളിൽ ഉണ്ടാകും. ആ പ്രകൃതിയുള്ളതായിരിക്കും അത്, അഥവാ അവർ ചെറുപ്പം മുതലേ അവരിൽ ഉണ്ടായിട്ടുള്ള തബീഇയായിട്ടുള്ള സ്വഭാവമായിരിക്കും. അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ടാവും, നല്ല സ്വഭാവങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് ജന്മനാ നല്ല സ്വഭാവങ്ങൾ ഉള്ള ആളുകളുണ്ടാവും, ചില നല്ല സ്വഭാവങ്ങൾ അവരിലുണ്ടാകും. അവർ കഷ്ടപ്പെട്ട് അത് നേടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മോശം സ്വഭാവമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫസ്ലിൽ ചർച്ച ചെയ്യുന്നത്, പ്രകൃതിയ മോശം സ്വഭാവം തൻ്റെ സ്വഭാവത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അഥവാ അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് നന്നാക്കിയെടുക്കേണ്ടത് എന്നാണ് ഈ ഫസ്ലിലെ ചർച്ച. അതിൽ കുറച്ച് ഭാഗങ്ങളാണ് കഴിഞ്ഞ ദർസിൽ വായിച്ചത്. അത് നമ്മളൊന്നുകൂടി വായിക്കുകയാണ് അതിൻ്റെ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടി. സുബുൽ തഹ്ദീബിൽ അഖ്ലാഖ്, സ്വഭാവങ്ങൾ നന്നാക്കാനുള്ള മാർഗങ്ങൾ. هذا فصل نافع جدا عظيم النفع للسائل. ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഈ ഒരു ഫസ്ല് എന്നുള്ളത് ലിസാലിക്, അള്ളാഹുവിലേക്ക് മുന്നിടുന്ന, യാത്ര ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്ന ഏതൊരാൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. യൂസിലുഹു അൻ ഖരീബിൻ വയുസയ്യിറുഹു ബി അഖ്ലാഖിഹി അല്ലതി ലാ യുംകിനുഹു ഇസാലതുഹാ. ഇത് അവന്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ അവന്റെ അടുക്കൽ ഉണ്ടാകുന്ന, അവനൊരിക്കലും മാറ്റാൻ പറ്റാത്ത സ്വഭാവങ്ങൾ, അതിനെ എളുപ്പമാക്കാനുള്ള, അതിലേക്ക് എളുപ്പമാക്കുന്ന മാർഗങ്ങളാണ്. فإن أصعب ما على الطبيعة الإنسانية تغيير الأخلاق التي طبعت عليها. ഒരു മനുഷ്യന്റെ മേലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പ്രകൃതിയ അവനിലുള്ള ഒരു സ്വഭാവത്തെ അതിനെ മാറ്റുക എന്നുള്ളത്. وأصحاب الرياضات الصعبة والمجاهدات الشاقة إنما عملوا عليها. സ്വന്തത്തെ നന്നാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന, അതിന് പരിശീലിക്കുന്ന, അങ്ങനത്തെ കാര്യങ്ങളിൽ മുഴുകുന്ന ആളുകൾ ഈ പ്രകൃതിയാ ഉണ്ടാകുന്ന മോശം സ്വഭാവത്തെ ഒഴിവാക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ സ്വന്തത്തിൽ പരിശീലിക്കുന്നുണ്ട്. വലം യഗ്ഫർ അക്സറുഹാ ബിതബ്ദീലിഹാ. പക്ഷേ അതിലധിക പേർക്കും ഈ പ്രകൃതിയായുള്ള മോശം സ്വഭാവങ്ങളെ മാറ്റാൻ സാധിക്കാറില്ല. ലാകിൻ നുഫൂസ് ഇസ്തഗ്ലത് ബിതിൽക റിയാദാത് അൻ ദുഹൂരി സുൽത്താനിഹാ. എന്നാൽ ഈ ഒരു പരിശ്രമങ്ങളിലൂടെ, അഥവാ ഒരാൾ അവനോടുള്ള മോശം സ്വഭാവത്തെ നന്നാക്കിയെടുക്കണമെന്ന നിലക്ക് പല രീതിയിൽ പരിശ്രമിക്കുകയാണ്. അപ്പൊ ആ പരിശ്രമത്തിലൂടെ അവന്റെ മനസ്സ് അതിൽ മുഴുകുന്നത് കൊണ്ട് പ്രകൃതിയുള്ള അവന്റെ ആ മോശം സ്വഭാവം അതിന്റെ പൂർണ്ണ അധികാരത്തിൽ, പൂർണ്ണ ശക്തിയിൽ വെളിവാകുന്നില്ല എന്ന് മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ, ഒരിക്കലും മാറുന്നില്ല. അതായത് ഒരാൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്,
അപ്പോൾ അയാൾ ദീനിയായിട്ടല്ലെങ്കിൽ കൂടി ഭൗതികമായിട്ട് സ്വഭാവത്തെ നന്നാക്കാനുള്ള ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ മുഖേനയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ അവൻ ആ ദേഷ്യം എന്നുള്ള സ്വഭാവം മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പല രീതിയിൽ ദേഷ്യം വരുമ്പോൾ ചിരിക്കണം, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണം. ഭൗതികമായിട്ട് ദീനിയായിട്ടുള്ള വേറെ മാർഗങ്ങളുണ്ട്. എങ്ങനെയാവട്ടെ അവനത് പരിശീലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ പ്രകൃതിയുള്ള സ്വഭാവം മാറുകയല്ല അവിടെ ചെയ്യുന്നത്. അവൻ ഈ പരിശ്രമങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആ പ്രകൃതിയാ ഉള്ള സ്വഭാവത്തിന്റെ ആധികാരികത ശക്തി കുറയുന്നു എന്ന് മാത്രമാണ്. فإذا جاء سلطان تلك الأخلاق وبرز كثر جيوش الرياضة وشتتها. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രകൃതിയാ ഉള്ള ഈ മോശം സ്വഭാവത്തിന്റെ ശക്തി ഏറ്റവും പരിപൂർണ അവസ്ഥയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഈ പരിശീലനങ്ങളും അവന്റെ ഈ പരിശ്രമങ്ങളും ഒക്കെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയുണ്ടാകും. വസ്തൗല അലാ മുംലക്കത്തി ത്വബഅ, അവന്റെ പ്രകൃതിയുടെ ആ എല്ലാവിധ ആധിപത്യവും ഈ മോശം സ്വഭാവം ഏറ്റെടുക്കുകയും ചെയ്യും. പറഞ്ഞതിൻ്റെ ആകത്തുക ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടി, അഥവാ പ്രകൃതിയ മോശം സ്വഭാവമുള്ള ആളുകൾ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പല പരിശീലനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, പല രീതിയിൽ പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വഭാവത്തെ മാറ്റുകയോ അതിനെ ഇല്ലാതാക്കുകയോ അല്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സ് ഈ കാര്യങ്ങളിൽ മുഴുകുന്നത് കൊണ്ട് മറ്റേ പ്രകൃതിയുള്ള സ്വഭാവത്തിന്റെ മോശം സ്വഭാവത്തിന്റെ ശക്തി കുറയുന്നു എന്ന് മാത്രം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് പരിപൂർണ ശക്തിയോട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ പരിശ്രമങ്ങളുമെല്ലാം ഒന്നുമല്ലാത്ത രീതിയിൽ ആ സ്വഭാവം വീണ്ടും പഴയ പോലെ വരികയും ചെയ്യും. വഹാദ ഫസ്ലുൻ യസ്ലു ബിഹി സാലിക് മഅ തിൽകൽ അഖ്ലാഖ്. ഈ ഒരു ഫസ്ല് അല്ലെങ്കിൽ ഈ ഒരു പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെയുള്ള പ്രകൃതിയുള്ള മോശം സ്വഭാവങ്ങളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച. വലാ യഹ്താജു ഇലാ ഇലാജിഹാ വ ഇസാലതിഹാ. ഇവിടെ അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ഇതിനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും രീതിയിൽ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്തുകൊണ്ട് കാര്യമില്ല. വയകൂനു സൈറുഹു അഖ്വാ വ അജല്ല വസ്റഅ മിൻ സൈരിൽ ആമിൽ അലാ ഇസാലതിഹാ. വയകൂനു സൈറുഹു അഖ്വാ വ അജല്ല വസ്റഅ മിൻ സൈരിൽ ആമിൽ അലാ ഇസാലതിഹ. എന്നിട്ട് പറയാണ്, ഈ ഫസ്ലിൽ പറയുന്ന കാര്യങ്ങൾ അവൻ പരിശീലിക്കുന്നതിലൂടെ, അഥവാ ഈ ഒരു പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നതിലൂടെ ആ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ, പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളെക്കാൾ അവൻ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ രണ്ടാളുകൾ വിചാരിക്കുക, രണ്ടാളുകൾക്ക് പ്രകൃതിയ മോശം സ്വഭാവമുണ്ട്. ഒരാൾ പരിശ്രമിക്കുന്നത് പൂർണ്ണമായും ആ മോശ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പണികളാണ്, അതിനുള്ള കാര്യങ്ങളാണ് ഒരാൾ ചെയ്യുന്നത്. മറ്റേ ആള് ഈ ഫസ്ലിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആളെക്കാൾ അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഏറ്റവും ശക്തമായി വേഗത്തിൽ മുന്നിടാൻ സാധിക്കുക ഈ ഒരു ഫസ്ലിൽ പറയുന്ന കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന ആളുകൾക്കായിരിക്കും എന്ന്. എന്നിട്ട് പറയുകയാണ് ഇബ്നുൽ ഖയ്യിം, വനുഖദ്ദിമു ഖബ്ല ഹാദാ മസലൻ നദ്രിബുഹു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ആ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്വഭാവത്തിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാം ഒരു ഉപമ ആമുഖമായിട്ട് പറയാമെന്ന് പറയാം. ഈ പറയുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു ഉപമ പറയാം. മുതാബിഖൻ ലിമാ നുരീദുഹു, നാം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു ഉപമയിലൂടെ ആദ്യം കാര്യം പറയാം. വഹുവ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഹ്റുൻ ജാരിൻ ഫീ സ്വബബിഹി വമുൻഹദിരിഹി വമുൻതഹിൻ ഇലാ തഗ്രീഖി അർളിൻ വഉംറാനിൻ വദൗരിൻ. ഒരു അരുവി, ആ അരുവി മേൽഭാഗത്ത് നിന്ന് താഴെ ഭാഗത്തേക്ക് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. മേലിൽ നിന്ന് താഴേക്ക് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ താഴെയാണെങ്കിലോ ആ താഴെ താമസിക്കുന്ന ആളുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, വീടുകളുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ ആ കുത്തി ഒലിച്ചു വരുന്ന ആ അരുവി അത് ഈ വീടിനെയും അല്ലെങ്കിൽ ഈ വീടുകളെയും ആളുകളെയും ഭൂമിയെയും എല്ലാം നശിപ്പിച്ചു കളയുന്ന രീതിയിൽ, മുക്കിക്കളയുന്ന രീതിയിലേ അത് അവസാനിക്കുള്ളൂ. ആ രീതിയിലാണ് വരുന്നത്. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് രൂപം പറയാം. വഅസ്ഹാബുഹാ യഅലമൂന അന്നഹു ലാ യൻതഹി ഹത്താ യുഖർരിബ ദൗറഹും. ആ താഴത്ത് താമസിക്കുന്ന ആളുകൾക്കറിയാം ഈ അരുവി അവസാനിക്കില്ല. എന്തുകൊണ്ടല്ലാതെ? ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടല്ലാതെ. ഞങ്ങളുടെ വീടും ഞങ്ങളുടെ വയുത്ലിഫ അറാദിയഹും വഅംവാലഹും, അവരുടെ വീടും അവരുടെ താമസ സ്ഥലവും എല്ലാം നശിപ്പിച്ചുകൊണ്ടല്ലാതെ. ഫൻഖസമു സലാസ ഫിറഖ്.
അങ്ങനെ വന്നപ്പോ ഈ അരുവി ഒഴുകി വരികയാണ്. അപ്പൊ താഴത്തുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഉറപ്പാണ് അത് ഒലിച്ചു വരുന്നത്, അല്ലെങ്കിൽ കുത്തി ഒലിച്ചു വരുന്നത് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ കൃഷിയും ഞങ്ങളുടെ കച്ചവടവും എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിലേ അത് അവസാനിക്കുള്ളൂ എന്നറിയാം. അപ്പൊ ആ നാട്ടിലെ ആളുകൾ 3 വിഭാഗമായിട്ട് തിരിഞ്ഞു. ഇതിന്നിപ്പോ രക്ഷപ്പെടണമല്ലോ, ഇതിനെ എങ്ങനെ ഒഴിവാക്കണമല്ലോ, അതിനുവേണ്ടി ആളുകൾ 3 അഭിപ്രായത്തിലായി, 3 വിഭാഗങ്ങളായി. ഫിർഖത്തുൻ സർഫത് ഖുവാഹ, ഒന്നാമത്തെ കൂട്ടർ അവർ ചെയ്തത് അവരുടെ ശേഷി, അവർക്കുള്ള കഴിവുണ്ടല്ലോ, അത് അവർ ചെയ്തത് എന്തിനാ വെച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തത് എന്താ വെച്ചാൽ അവർ പരിശ്രമിച്ചതൊക്കെ ഈ വരുന്ന അരുവിയിലേക്ക് വെള്ളം, കുത്തിയൊലിച്ച് വരുന്ന വെള്ളം അതൊരു തടഞ്ഞു വെച്ച് ഒരു ഡാം കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ നമ്മുടെ അതായത് ഇവർ താമസിക്കുന്ന വീടുകളിലേക്കും സ്ഥലങ്ങളിലേക്കും എത്താതെ തടഞ്ഞു വെച്ചുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചു. ഫലാ തസ്നഉ ഹാദിഹിൽ ഫിർഖതു കബീറ അംരിൻ, ഇവർ ചെയ്യുന്നത് വലിയൊരു കാര്യമല്ല, ഇവർ ചെയ്യുന്ന കാര്യം വലിയൊരു കാര്യമല്ല, ഇവർ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. കാരണം ഫഇന്നഹു യൂഷികു അൻ യജ്തമിഅ ثم يحمل على السكر فيكون افساده وتخريبه اعظم. അവർ ഈ കുത്തിയൊലിച്ച് വരുന്ന ഈ പുഴയെ, ഈ അരുവിയെ ഒരു ഡാം കെട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്ല് വെച്ചിട്ടോ ഒക്കെ തടസ്സം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒലിച്ചു വരുന്നത് എന്താവുമല്ലോ, ഒരിക്കലും അവസാനിക്കൂല, അത് വന്നുകൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ തടസ്സത്തിനെയും മറികടന്നത് വരും. അപ്പോൾ ഈ തകർത്ത് ഇവർ എന്താണോ തടസ്സം വെച്ചത് അതിനെ കൂടി തകർത്തിട്ടാണ് എന്ത് ചെയ്യുക, ഇവരുടെ നാട്ടിലേക്ക് വരിക. അപ്പൊ കൂടുതൽ ഫസാദാണ് അതുകൊണ്ടുണ്ടാവുക. അതാണ് ഒന്നാമത്തെ കൂട്ടർ. അപ്പൊ അവർ ചെയ്യുന്നത് കൊണ്ട് എന്തില്ല, ഉദ്ദേശിച്ച ലക്ഷ്യം നടക്കുന്നില്ല. രണ്ടാമത്തെ കൂട്ടർ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുക എന്ന് അവർ മനസ്സിലാക്കി, തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ അപകടമായിരിക്കും. അവർക്ക് മനസ്സിലായി ഇത് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല, ആദ്യത്തെ ആളുകൾ ചെയ്ത പോലെ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല മനസ്സിലായി. ഫഖാലത്ത്, അവർ പറഞ്ഞു, ലാ ഖലാസ മിൻ മഹ്ദൂരിൻ ഇല്ലാ ബിഖത്ഇഹി മിൻ അസ്ലിൽ യംബൂ. ഇതിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഈ അരുവിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തേ മാർഗമുള്ളൂ, ഇതിന്റെ ഉറവ് എവിടെയാണോ അവിടെ തകർക്കണം, അല്ലെങ്കിൽ അവിടെ നിർത്തണം അതിനെ. അഥവാ എവിടുന്നാണോ ഇത് പൊട്ടിയൊലിച്ച് വരുന്നത് അവിടെ തടഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിവിടെ എത്താതെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു. അവർ മനസ്സിലായി അതാണ് നല്ലത്. ഫറാമത് ഖത്അഹു മിൻ അസ്ലിഹി, അങ്ങനെ അവരെന്ത് ചെയ്തു, അതിന്റെ തുടക്കത്തിൽ എവിടുന്നാണോ ആ അരുവി പൊട്ടിയൊലിച്ച് ഒഴുകുന്നത് അവിടെ എന്ത് ചെയ്തു, തടയാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിത്തിരിച്ചു. ഫതഅദ്ദറ അലൈഹ ദാലിക ഗായത തഅദ്ദുർ, എന്നാൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നു, അവർക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലായി തീർന്നു. കാരണം അരുവിയുടെ ഉറവ് എന്നുള്ളത്, ആ ഉറവിന്റെ രീതി എന്നുള്ളത് തന്നെ ഇവർക്കത് തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. അഥവാ പല ഭാഗത്തുനിന്ന് പല അരുവികളിലായി പല രീതിയിൽ ഒഴുകി വരുന്നത് അവർക്കത് ഒരു നിലക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലായി. ഫഹും ദാഇമൻ ഫീ ഖത്ഇൽ യംബൂ, അവരെന്ത് ചെയ്യും, എപ്പോഴും ഈ ഉറവ് തടയാൻ നോക്കും. ഈ അരുവിയുടെ ഉറവ്, അരുവി പല ഭാഗത്തുനിന്ന് ഉറവ് വരുമല്ലോ, അവര് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവർ അതിനെ തടയാൻ നോക്കും, ബാക്കി ഭാഗത്ത് തടയാൻ നോക്കാൻ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് തടഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറത്തെ സ്ഥലത്ത് പൊട്ടി ഒഴുകാൻ തുടങ്ങും. അതായത് അതിന്റെ ഉറവിടം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ സാധിക്കുന്നില്ല. അവരുടെ കൃഷി, അഥവാ അവരുടെ നാട്ടിൽ അവർക്ക് ഉപജീവനമായിട്ടുള്ള കൃഷിയും അല്ലെങ്കിൽ അവരുടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വിട്ടിട്ട് ഇവരുടെ പണി സ്ഥിരം എന്തായി, ഈ അരുവിയുടെ ഉറവ് നിർത്തൽ മാത്രമായി. ഒരു സ്ഥലത്ത് നിർത്തുമ്പോൾ വേറെ സ്ഥലത്ത്, വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്ത്, അതിൽ മുഴുകുക എന്നല്ലാതെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് പറ്റിയില്ല. 2 കൂട്ടർ അങ്ങനെയായി. ഫജാഅത് ഫിർഖത്തുൻ സാലിസത്തുൻ, മൂന്നാമത്തെ കൂട്ടർ, 3 വിഭാഗമായി പറഞ്ഞല്ലോ, 3 അഭിപ്രായത്തിലായി. മൂന്നാമത്തെ കൂട്ടർ ഖാലഫത് റഅയൽ ഫിർഖത്തൈൻ, നേരത്തെ പറഞ്ഞ 2 കൂട്ടരുടെയും 2 ഫിർഖിന്റെയും അഭിപ്രായത്തിനെതിരായിരുന്നു. 2 ശരിയല്ല, അതുകൊണ്ട് കാര്യമല്ല, അതുകൊണ്ട് ഉപകാരമല്ല എന്നായി. വഅലിമു അന്നഹും ഖദ് ളാഅത് അലൈഹിം കസീറു മിൻ മസാലിഹിം, മൂന്നാമത്തെ കൂട്ടർക്ക് ബോധ്യപ്പെട്ടു ഈ 2 കൂട്ടർ ചെയ്ത കാര്യം കൊണ്ട് അവർക്കുള്ള ഒരുപാട് മസ്ലഹത്തുകൾ നഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കൂട്ടർ ഇത് തടഞ്ഞു വെച്ചുകൊണ്ട് കൂടുതൽ നഷ്ടം വന്നു. രണ്ടാമത്തെ കൂട്ടർ അതിന്റെ ഉറവിടം നിർത്താൻ നോക്കിയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയം കൂടി അതിൽ മുഴുകി. അതുകൊണ്ട് ഒരു മസ്ലഹത്തും അവർക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല, അതായത് അവർക്കുള്ള ഒരു നന്മയും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. فأخذوا في صرف ذلك النهر عن مجراه المنتهي إلى خراب العمران. ഈ മൂന്നാമത്തെ കൂട്ടർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, ഈ അരുവി ഒഴുകി വരുന്നുണ്ടല്ലോ, ഒഴിച്ചു വരുന്നുണ്ടല്ലോ ഇവരിലേക്ക്. അപ്പൊ അതിനെ
ഈ അവരുടെ കെട്ടിടങ്ങളിലേക്കോ അവരുടെ വീടുകളിലേക്കോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ അതിന്റെ റൂട്ട് മാറ്റിവിടാൻ വേണ്ടി തീരുമാനിച്ചു. ഒഴുകുന്ന റൂട്ട് മാറ്റിവിടാൻ ആ രീതിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിച്ചു. വസറഫൂഹു ഇലാ മൗദിഇൻ യൻതഫിഊന ബിവുസൂലിഹി ഇലൈഹി. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒഴുകി വരുന്ന വെള്ളം അവർക്ക് ഉപകാരമായി എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ വെള്ളത്തെ അവർ ഒഴുക്കി വിട്ടു. അതിനെ തടഞ്ഞു നിർത്താനോ അതിന്റെ ഉറവിടം തടയാനോ അവർ നിന്നില്ല. വരുന്നത് വരട്ടെ, ആ വരുന്നത് അവർക്ക് ദോഷമല്ലാതെ അവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ തിരിച്ചുവിടാൻ അവർ ഒരുങ്ങി. വലാ യതദററൂന ബിഹി, അതുകൊണ്ട് അവർക്ക് ദോഷമില്ലാത്ത നിലക്ക്. ഫസറഫൂഹു ഇലാ അർദിൻ ഖാബിലത്തിൻ ലിന്നബാത്ത് വസഖൗഹാ ബിഹി. അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തെ അവരുടെ കൃഷിയിലേക്കും ചെടികൾ മുളക്കാനും അതുപോലെ അവരുടെ ആവശ്യത്തിന് വെള്ളം എടുക്കാനും പറ്റുന്ന നിലക്ക് അവർ ആ വെള്ളത്തിനെ ഒഴുകിവിട്ടു. അങ്ങനെ ഒഴുക്കിവിട്ടപ്പോൾ ആ വെള്ളത്തിന്റെ സൗകര്യം ലഭിച്ചതോടുകൂടി അതിന്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ അവരുടെ കൃഷിയിലും കായ്ക്കനികളും മറ്റുള്ള ചെടികളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും എല്ലാം അതുകൊണ്ട് അവർ കൂടുതൽ വളർത്താൻ സാധിച്ചു. ഈ മൂന്നാമത്തെ കൂട്ടർ ചെയ്തതായിരുന്നു ഈ അരുവി വരുന്ന വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലക്കെടുത്ത തീരുമാനം. അവർ ചെയ്തതായിരുന്നു ശരിയായ നിലക്കുള്ളത്. ഇതൊരു ഇബ്നുൽ ഖയ്യിം ഈ പറയുന്ന വിഷയം അഥവാ സ്വഭാവത്തെ നന്നാക്കിയെടുക്കുന്ന വിഷയത്തിന് മുമ്പ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞതാണ്. ഒരു അരുവി വരുന്നുണ്ട്, അവരുടെ ഒരു കൂട്ടർ നാടുകളിലേക്ക് അപകടമായിട്ടുള്ളത്. ആ അരുവി വരുന്നതിന് ഒരു 3 അഭിപ്രായത്തിലായി. ഒന്ന്, അതിനെ എന്തെങ്കിലും വെച്ച് തടയാൻ ശ്രമിക്കാൻ വിചാരിച്ചു, പക്ഷെ അതും തകർത്ത് എത്തുന്ന അവസ്ഥയിലാണ്. അതിന്റെ ഉറവിടം നിർത്താൻ നോക്കി, പക്ഷെ അത് സാധിക്കില്ല. ഒരു അരുവിയുടെ ഉറവിടം നിർത്താൻ സാധിക്കില്ല. മൂന്നാമത്തെ കൂട്ടർ ആ വരുന്നതിനെ അവർക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി അവർ ഒരുങ്ങി. ആ മൂന്നാമത്തെ കൂട്ടരായിരുന്നു ശരിയായ നിലപാട്. ആ ഉപമ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫൈദാ തബയ്യന ഹാദൽ മസൽ, ഈ ഒരു ഉപമ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എങ്കിൽ ഫല്ലാഹു സുബ്ഹാനഹു, ഈ കാര്യങ്ങൾ പറയാം. ഫല്ലാഹു സുബ്ഹാനഹു ഇഖ്ബലത് ഹിക്മതുഹു അൻ റക്കബൽ ഇൻസാൻ ബൽ സായിറൽ ഹയവാൻ അലാ തബീഅത്തിൻ മഹ്മൂലത്തിൻ അലാ ഖുവ്വതൈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിക്മത്ത് കൊണ്ട് മനുഷ്യനെ ഒരുക്കിയിട്ടുള്ളത്, മനുഷ്യനെ മാത്രമല്ല എല്ലാ ജന്തു ജീവജാലങ്ങളെയും ഒരുക്കിയിട്ടുള്ളത് അവരുടെ പ്രകൃതിയ 2 ഖുവ്വത്ത് കൊണ്ടാണ്, 2 ശക്തി കൊണ്ടാണ്. മനുഷ്യന്റെ പ്രകൃതി ആവട്ടെ മറ്റുള്ള ജന്തു ജീവജാലങ്ങളുടെ പ്രകൃതി ആവട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ പിന്നിൽ ഹിക്മത്ത് അതാണ്. എന്തൊക്കെയാണ് 2 ശക്തികൾ? ഒന്ന് ഗളബിയത്തിൻ വശഹ്വാനിയത്തിൻ വഹിയൽ ഇറാദിയ. ഒന്ന് ഗളബിയത്താണ്, രണ്ടാമത്തേത് ഷഹ്വാനിയത്താണ്. അതായത് ഷഹ്വാനിയത്ത് പറഞ്ഞാൽ ഇറാദിയ. ഈ 2 ഖുവ്വത്തിലാണ് മനുഷ്യനെയും മറ്റുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഗളബിയത്ത് എന്ന് പറഞ്ഞാൽ കോപത്തിന്റെയും ക്രോധത്തിന്റെയും ദേഷ്യത്തിന്റെയും ആ നിലക്കുള്ള ഒരു പ്രകൃതം. ഷഹ്വാനിയത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെയും ഇച്ഛകളുടെയും ഉദ്ദേശങ്ങളുടെയും ഒരു പ്രകൃതം. ഈ 2 പ്രകൃതം എല്ലാ ജീവികളിലും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. വഹാതാനിൽ ഖുവ്വതാനി ഹുമൽ ഹാമിലതാനി ലിഅഖ്ലാഖിൻ നഫ്സി വസിഫാതിഹാ. ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വഭാവവും വിശേഷണങ്ങളും എല്ലാം നിൽക്കുന്നത് ഈ 2 ഖുവ്വത്തുകളുടെ മേലെയാണ്. അഥവാ ഒരാളുടെ സ്വഭാവം ഏത് നിലക്കുള്ള സ്വഭാവമാവട്ടെ അത് ഈ 2 ഖുവ്വത്തിന്റെ മേലെയാണ് ആ സ്വഭാവം നിൽക്കുന്നത്. വഹുമാ മർകൂസതാനി ഫീ ജിബില്ലത്തി കുല്ലി ഹയവാൻ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും പ്രകൃതത്തിന്റെ മെയിൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ശക്തികളാണ്. ഈ 2 ശക്തികളുടെ മേലെയാണ് എല്ലാത്തിന്റെയും പ്രകൃതം നിലനിൽക്കുന്നത്. ഫബിഖുവ്വത്തി ശഹ്വ വൽ ഇറാദ യജ്ലിബുൽ മനാഫിഅ ഇലാ നഫ്സിഹി. ഒരാളുടെ ഷഹ്വത്തിന്റെയും ഒരാളുടെ ഇച്ഛയുടെയും ഉദ്ദേശത്തിന്റെയും ശക്തി കൊണ്ടാണ് അവന് ഉപകാരമുള്ള കാര്യങ്ങൾ അവന് കിട്ടുന്നത്, അവൻ നേടിയെടുക്കുന്നത്. വബിഖുവ്വത്തിൽ ഗളബ്, അവന്റെ ദേഷ്യം കോപം എന്നുള്ള അതിന്റെ ശക്തി കൊണ്ടാണ് യദ്ഫഉൽ മദാറ അൻഹാ, അവന് ദോഷമുള്ള കാര്യങ്ങളെ അവൻ തടയുന്നത്. ഒന്നുകൂടി പറയാം, അതായത് എല്ലാ ജന്തു ജീവജാലങ്ങളിലും മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളിലും പ്രകൃതിയ 2 ശേഷിയാണ് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹിക്മത്ത് അവരിൽ എല്ലാ ജീവജാലങ്ങളിലും. ഒന്ന് ഗളബിയത്തായിട്ടുള്ളത്, കോപം ക്രോധം ദേഷ്യം ആ നിലക്കുണ്ടാകുന്നത്. 2 ഷഹ്വത്തും ഇറാദിയത്തുമായിട്ട്, ആഗ്രഹം തേട്ടം ഉദ്ദേശവുമായിട്ട്.
ഈ രണ്ട് കാര്യങ്ങളാണ് ഏതൊരാളുടെയും സ്വഭാവത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ. അതിൽ ശഹ്വത്തിന്റെയും ഇറാദത്തിന്റെയും സ്വഭാവമാണ് അവന് ഉപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അവനുണ്ടാകുന്നത്. അവന് ഉപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ രണ്ട് ഖുവത്താണ് നമ്മൾ ഉപയോഗിക്കുക. ഗളബിയത്തിന്റെ ആ കാര്യമാണ് അവന് എന്തെങ്കിലും ഉപദ്രവം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവൻ ഉപയോഗിക്കുക. ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഈ ഇറാദിയത്ത് ശഹ്വത്ത് പോലുള്ളത് കൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, അവന് ഉപകാരമായ കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ളത്. ഗളബിയത്തിന്റെ ഭാഗം കൊണ്ടാണ് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കുന്നത്, അതിനെ എതിർത്ത് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഫൈദാ തബയ്യന ഹാദാ, ഇതും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എങ്കിൽ ഹാദാ ഫന്നഹ്റു മിസാലു ഹാതൈനിൽ ഖുവ്വതൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ അരുവി ഉണ്ടല്ലോ, അരുവി എന്നുള്ളത് ഈ രണ്ട് ഖുവ്വത്തിനുള്ള ഉപമയാണ്. മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള ഗളബിയത്തും ഷഹ്വാനിയത്തുമായിട്ടുള്ള ഈ രണ്ട് ഖുവ്വത്തിനെയാണ് ആ അരുവി കൊണ്ട് ഉപമിച്ചത്. വഹുവ മുൻസബ്ബുൻ ഫീ ജദ്വലി ത്വബീഅതി വമജ്റാഹാ ഇലാ ദുവരിൽ ഖൽബ്, ഈ രണ്ട് ഖുവ്വത്തുകൾ, ഗളബിയത്തിന്റെയും ഷഹ്വാനിയത്തിന്റെയും ഈ രണ്ട് ശേഷികൾ മനുഷ്യനിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും, അതായത് അവന്റെ ഖൽബിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. വഉംറാനിഹി വഹവാസിലിഹി, ഖൽബിന്റെ എല്ലാ ഭാഗത്തിലേക്കും, അഥവാ ഖൽബിലൂടെ അവൻ ഉണ്ടാക്കിയെടുക്കുന്ന അവന്റെ ഈമാനാവട്ടെ, വിശ്വാസമാവട്ടെ, കർമ്മങ്ങളാവട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ, അതിലേക്കെല്ലാം ഈ രണ്ട് ശക്തികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആദ്യം പറഞ്ഞ ഉപമ ഓർമ്മയിൽ വേണം, അരുവി ഒഴുകുന്നത് പോലെ. യുദ്ഹിബുഹാ വയുത്ലിഫുഹാ വലാ ബുദ്ധ്, ആ കൽബിലേക്ക് ആ അരുവി അങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ആ കൽബിനെ തകർത്ത് കളയുന്ന, അതിന്റെ കെട്ടിടങ്ങളെ പൊളിച്ചു കളയുന്ന അവസ്ഥയിൽ, നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിൽ ആയിത്തീരും. ഫന്നുഫൂസുൽ ജാഹിലത്തു വാലിമ, അപ്പോൾ ആ വ്യക്തി ദുൽമ് നിറഞ്ഞ വാലിമും ജാഹിലുമായിട്ടുള്ള ഒരാളാണ് എങ്കിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഒന്നോ രണ്ടോ വട്ടം അത് ആവർത്തിച്ച് പറയുകയും ചെയ്യാം. പക്ഷെ ഒരുപാട് ഉപകാരപ്പെടുന്ന, പല ആളുകളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പ്രകൃതിയുള്ള സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതെന്താ ചെയ്യുക എന്നുള്ളത്. പല ആളുകളും എനിക്ക് പ്രകൃതി ഭയങ്കര ദേഷ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അത് എന്താ ഇപ്പോൾ ചെയ്യാതെ, എങ്ങനെയല്ല ഞാൻ സൃഷ്ടിച്ചത്, ഇതിന് മാറ്റാനൊന്നും പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആളുകളും. അപ്പൊ അതെങ്ങനെ അതിനെ അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഉപകാരപ്രദമായ രീതിയിൽ ആക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ആ രീതിയിൽ നമുക്ക് ഉപകാരമുള്ള കാര്യമാണ് എന്ന നിലക്ക് തന്നെ നല്ലൊരു ഉദ്ദേശത്തിൽ ചിന്തിച്ച് ഇതുകൊണ്ടുള്ള ഉപകാരം എനിക്ക് ജീവിതത്തിൽ മാറ്റിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലുമെല്ലാം കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഉപമ മനസ്സിൽ വെക്കണം. ആ ഉപമക്ക് എന്തിനാണ് ഉപമ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള ഈ രണ്ട് ശേഷികൾ, ഒന്ന് കോപത്തിന്റെയും ഗളബിയത്തായിട്ടുള്ളതിന്റെയും, രണ്ട് ഷഹ്വാനിയത്തിനെയും ആ അരുവിയോട് ഉപമിക്കുക. അത് ഒഴുകി വന്ന് കൽബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കൽബിന്റെ എല്ലാ നല്ല അവസ്ഥയും തകർക്കുന്ന അവസ്ഥയിലാണ് വരിക. അത് മനസ്സിലായല്ലോ. ഇനി ഇബ്നു ഖയ്യിം പറയാണ്, ഇനി ഒരു വ്യക്തിയിലേക്ക് അങ്ങനെ വരും എന്ന് പറഞ്ഞു. ഇനി ആ വ്യക്തി ഫന്നുഫൂസുൽ ജാഹിലത്തു വാലിമ, ലാലിമും ജാഹിലുമായിട്ടുള്ള, അഥവാ ദീനിയായ ഒരു ബോധമോ അറിവോ ഇല്ലാത്ത, അതിനൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ, അയാളുടെ ഉള്ളിൽ ഈ രണ്ട് ഖുവ്വത്തിൽ ഒഴുകി വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, തറക്കത്ഹു വമജ്റാഹു, അവൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയല്ല. അവനത് ആ രണ്ട് ശക്തി ശേഷി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നോ അതെങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കുകയല്ല, അതിനെ ഒഴിവാക്കിണ്ടാവും. അങ്ങനെ ആവുമ്പോൾ എന്താ ഉണ്ടാവുക? ഫഖറ ബദിയാറുൽ ഈമാൻ, അവന്റെ ഈമാനിന്റെ ഭവനങ്ങൾ, അവന്റെ ഈമാനിന്റെ കെട്ടിടങ്ങളെല്ലാം തകർത്ത് കളയും ഈ രണ്ട് ശേഷി. വഖലഅ ആസാറഹു വഹദമ ഉംറാനഹു, ആ ഈമാൻ കൊണ്ട് അവനിൽ ഉണ്ടാകുന്ന സ്വാധീനങ്ങളെയും അതുമൂലം അവന് കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഈ രണ്ട് കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കും, തകർത്ത് കളയും. വൻബത മൗദിഅഹാ കുല്ല ശജറത്തിൻ ഖബീസ, അവിടെ ഈമാനിന്റെ വൃക്ഷങ്ങൾ മുളയ്ക്കേണ്ട സ്ഥലത്തെല്ലാം മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ മുളച്ചു പൊങ്ങും. മിൻ ഹംദലിൻ വബരീഇൻ വശൗകിൻ വസഖൂമിൻ വഹുവല്ലദീ യഅകുലുഹു അഹ്ലുൻ നാർ യൗമൽ മആദ്, ഏതുപോലെ അല്ലാഹു തആല നരകത്തിലെ ആളുകളുടെ വിഭവങ്ങളായി പറഞ്ഞ ഹംദൽ, വരീഅ, ഷൗക്ക്, സഖൂം പോലെയുള്ള നരകാവകാശികൾ കഴിക്കുന്ന അതായിരിക്കും പിന്നെ അതിൽ മുളച്ചു വരിക. അതായത് തെമ്മാടിത്തരങ്ങളും ഹറാമുകളും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും അവന്റെ ഖൽബായി തീരുക. അപ്പോ ഈ രണ്ട് ശേഷികൾ തോന്നിയ പോലെ വിട്ടിട്ട ആളുകൾ നരകാവകാശികളുടെ പണിയെടുക്കുന്ന അവസ്ഥയിലായിരിക്കും. വമ്മൻ നുഫൂസു സക്കിയത്തുൽ ഫാദില, എന്നാൽ നല്ല
ഒരു മനസ്സുള്ള ആള്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, എനിക്ക് പരലോകത്ത് വിജയിക്കണം, എനിക്ക് ഈ സ്വഭാവം മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ എന്നെ നന്നാക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, സ്വന്തത്തെ ഇസ്ലാഹ് ചെയ്യണമെന്നെല്ലാം ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ ശരിക്കും മനസ്സിലാക്കും ഈ അരുവി വന്നു കഴിഞ്ഞാൽ ഏതവസ്ഥയിലാണ് എനിക്ക് വരിക, എനിക്ക് എന്തെല്ലാം സംഭവിക്കുക, അല്ലെങ്കിൽ ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്യണം, അതിനെ ഞാൻ ഗൗരവത്തിൽ എടുക്കണം എന്ന നിലക്ക് അവർ അതിനെ ഗൗരവത്തിൽ അതിനെ കാണും. നല്ല അള്ളാഹുലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഫഫ്തറഖൂ സലാസ ഫിറഖിൻ, അവർ 3 രീതിയിലാണ് അതിനെ നേരിടുക. അതായത് ഈ 2 ശേഷികൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകൾ ഒന്നാമത്തെ കൂട്ടർ പറഞ്ഞു, അവരതിനെ പരിഗണിക്കുകയില്ല. അവരെല്ലാം ഈ 2 ശേഷികൾ കൊണ്ട്, ചിലപ്പോൾ വേറൊരാളോട് റബിയത്തുകൊണ്ട് വേറൊരാളോട് ദുൽമ ചെയ്ത് അക്രമം ചെയ്ത് ഉപദ്രവിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഷഹ്വത്ത് കൊണ്ട് അവൻ തോന്നിയതുപോലെ ഹറാമും ഹലാലും നോക്കാതെ ജീവിച്ചുകൊണ്ടൊക്കെ അവന്റെ ഈമാനും കൽബവും തകർത്ത് കളയും. ഈ 2 ശേഷി അവനെ ആ രീതിയിലാണ് ഉപയോഗിക്കുക. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞത് അള്ളാഹുലേക്ക് അടുക്കണം, സൂക്ഷിക്കണം, അള്ളാഹ് പരലോകത്ത് രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ 2 ശേഷികൾ ആ അരുവി ഒഴുകുന്നത് പോലെ ഒഴുകി വരുമ്പോൾ അവർ 3 തരത്തിലാണ് അതിനെ നേരിടുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെ, എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന രീതിയിലാവുക. എന്നിട്ട് പറയാണ്, ഒന്നാമത്തെ ഒരു കൂട്ടർ എപ്പോഴും ഇങ്ങനെ പരിശീലിക്കണം, അല്ലെങ്കിൽ സ്വന്തത്തെ നന്നാക്കണം, അതിനെതിരെ പരമാവധി കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉപയോഗിക്കണം, അതെല്ലാം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ. അതായത് ഇപ്പോൾ തെറ്റായ ചിന്ത വരുമ്പോൾ ഞാൻ അത് ചെയ്യാൻ പാടില്ല, ഞാൻ നന്നാക്കി എടുക്കണം, ഞാൻ അതൊന്ന് മാറണം, ഞാൻ നല്ല ഇതിലാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആളുകൾ റാമു ഖത്അഹു മിൻ യംബുഇഹി, നമ്മൾ അത് അരുവിയുടെ കൂട്ടത്തിൽ പറഞ്ഞല്ലോ ഒരു കൂട്ടര്, അതിന്റെ സ്രോതസ് തന്നെ നിർത്താൻ നോക്കുന്ന ആളുകൾ, അതേപോലെയാണ് ഇവർ പരിശ്രമിക്കുക. അഥവാ ഇവരുടെ ഈ 2 ഖുവ്വത്തിനെ തന്നെ അവർ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിർത്താൻ നോക്കും. ഫബദ്ദാലിക ഹിക്മത്തുല്ലാഹി തആല, അത് സമ്മതിക്കൂല. കാരണം അള്ളാഹിന്റെ ഹിക്മത്ത് ഉണ്ടാകുന്നത് ഇത് 2 മനുഷ്യരിൽ ഉണ്ടാവണം, ജന്തുജീവജാലങ്ങളിൽ ഈ 2 ശേഷി ഉണ്ടാകണം. അതിനെ നിർത്താൻ വേണ്ടി ഇവരെത്ര നോക്കിയിട്ടുണ്ടാവില്ല, കാര്യമില്ല. കാരണം അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിനെതിരാണ്, അഥവാ അള്ളാഹുവിന്റെ ഹിക്മത്തിനെതിരാണ് ഇവർ ചെയ്യുന്നത്. വമാ തബഅ അലൈഹിൽ ജിബില്ലത്തുൽ ബശരിയ്യ, മനുഷ്യന്റെ പ്രകൃതത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളതാണ് ഈ 2 ഖുവ്വത്ത് എന്നുള്ളത്. ഈ 2 ഖുവ്വത്തില്ലാതെ മനുഷ്യല്ല, അതുകൊണ്ട് തന്നെ പ്രകൃതത്തിലുള്ളതാണ്. അതിന്റെ സ്രോതസ്സിൽ തന്നെ തടയാൻ വേണ്ടി എന്ത് പരിശ്രമം ചെയ്തിട്ടും കാര്യമില്ല. വലം തൻഖദ് ലഹു തബീഅ, അവന്റെ പ്രകൃതം എന്നുള്ളത് ഒരിക്കലും ഇതിനോട് യോജിച്ച്, അല്ലെങ്കിൽ ഇവൻ എത്ര പരിശ്രമിച്ചാലും അതിനൊന്നും യോജിച്ച് കിട്ടാൻ പോകുന്നില്ല, അതിന്റെ അസ്ലിനെ ഇല്ലാതാക്കാൻ പറ്റൂല. ഫഷ്തദ്ദൽ ഖിതാൽ വദാമൽ ഹറബ് വഹമിയൽ വതീസ്, ഇവിടെ ഇബ്നുൽ ഖയ്യിം കുറച്ച് സാഹിത്യപരമായ വാക്കുകളാണ്. അതായത് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ സ്വന്തത്തിന്റെ പ്രകൃതിയാ ഉള്ള ആ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കും. പ്രകൃതിയാണെങ്കിലോ അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിന് ആ രീതിയിലല്ല അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് 2ഉം തമ്മിൽ കടുത്ത യുദ്ധം ഉണ്ടാവും, കടുത്ത പോരാട്ടം ഉണ്ടാവും, വലിയ രീതിയിൽ പോരാടും. വസാറത്തിൽ ഹർബ് ദുവലൻ വസിജാലൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വിജയം, അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ ഒരാൾ ഒരു ഭാഗത്ത് വിജയം ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഭാഗത്ത് വിജയം ഉണ്ടാവും. വഹാഉലാഇ സ്വറഫു ഖുവാഹും ഇലാ മുജാഹദത്തിൻ നഫ്സി അലാ ഇസാലത്തി തിൽക സിഫാത്ത്. ഈ കൂട്ടർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർക്കുള്ള ഈ സ്വഭാവം ഉണ്ടല്ലോ, അവർക്ക് ഏത് സ്വഭാവമാണോ ഉള്ളത്, ഈ 2 ശേഷിയുടെ മേലെ ഉണ്ടാവുന്ന സ്വഭാവം, അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് അവർ സ്വന്തത്തിനോട് ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവരതിനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി ഒരു ഉദാഹരണം വെച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു പാപത്തിനോട്, അല്ലെങ്കിൽ ഷഹ്വത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഗളബിയത്ത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു പാപത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്. അവനെപ്പോഴും അതിനോട് ഭയങ്കര ആഗ്രഹമായിരിക്കും, അവനെപ്പോഴും ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വേറൊരാളുടെ ആക്രമിക്കുന്ന, വേറൊരാളുടെ കട്ടെടുക്കുന്നത് ഒരു സ്വഭാവം വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്വഭാവം, ഈ 2 ശേഷിയിലുണ്ടാവുന്ന ഒരു സ്വഭാവത്തിനോട് അത് ഭയങ്കരമായിട്ടുള്ളത് വിചാരിക്കാം. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ഇവൻ പരിശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഒരു വികാരമേ ഉണ്ടാകാൻ പാടില്ല, ദേഷ്യം എന്നുള്ള വികാരമേ എനിക്ക് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഷഹ്വത്ത് എന്നുള്ള വികാരമേ എനിക്ക് ഉണ്ടാകാൻ പാടില്ല, അത് ഞാൻ ഇല്ലാതാക്കും എന്ന നിലക്ക് സ്വന്തത്തിനോടും ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുറച്ചു കാലം അവൻ എന്ത് ചെയ്യും, സ്വന്തത്തിന് മേലെ ഒരു കൺട്രോളൊക്കെ കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ ആ കൺട്രോൾ പോകും, പിന്നെ കുറച്ചു കാലം കൺട്രോൾ കിട്ടും, കുറച്ചു കാലം കൺട്രോൾ പോകും. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. കാരണം അത് അവന്റെ ഈ 2 ഖുവ്വത്തും അവന്റെ ഈ ജിഹാദും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. കാരണം ഈ 2 ശേഷി അവനിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റൂല, എത്ര ശ്രമിച്ചാലും അവന് സാധിക്കൂല.
അവ പിന്നെ ഈ പോരാടുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുക? കുറച്ചു കാലം ഒരു അവസ്ഥ ഉണ്ടാവും, കുറച്ചു കാലം ഉണ്ടാവില്ല, അങ്ങനെ ആ മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒന്നാമത്തെ കൂട്ടർ. ഒരു കൂട്ടർ, അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെയാണ് അവന്റെ മോശപ്പെട്ട പ്രകൃതിയുള്ള കാര്യങ്ങളെ നേരിടുക. ഇനി പറയുകയാണ് വഫിർഖത്തുൻ അഅറദു അൻഹാ, രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ അതിന് നിൽക്കുന്നില്ല, അവർ ആ പണിക്ക് നിൽക്കുന്നില്ല. അതായത് ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു ശേഷി, ഈ ഒരു സിഫത്ത് എന്നിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കണം, അത് ഒന്നും ഉണ്ടാകാനേ പാടില്ല എന്ന നിലക്ക് രണ്ടാമത്തെ കൂട്ടർ നിൽക്കുന്നില്ല. ഒരു വേറെ നിലക്ക് അതിനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വശഗലൂ നുഫൂസഹും ബിൽ അഅമാൽ, അവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവർ സൽക്കർമ്മങ്ങൾ മുഴുകിക്കൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് അവർ നോക്കൂല. എന്റെ ഈ കാര്യം ഇതില്ലാതാക്കണം, ഇത് നശിപ്പിക്കണം, അതിനും അവർ പരിശ്രമിക്കൂല. അവർ ചെയ്യുന്നത് അവർ സൽക്കർമ്മങ്ങളിൽ മുഴുകും, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. വലം യുജീബു ദവാഇ തിൽക സിഫാത്ത് മഅ തഖ്ലിയതിഹിം ഇയ്യാഹാ അലാ മജ്റാഹാ, അവർ ഈ സിഫത്തുകൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഈ രണ്ട് ഗളബിയത്തിന്റെയും ഷഹ്വാനിയത്തിന്റെയും മേലെ ഉണ്ടാവുന്ന ഈ സിഫത്തുകൾ, അതിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുകയില്ല. അവരുടെ സൽക്കർമ്മങ്ങൾ അത് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാന്നതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് കൊടുക്കുക. ഇവരിത് കോൺസെൻട്രേഷൻ ചെയ്യുക, ഇവരിത് വന്നുകൊണ്ടേയിരിക്കും. ഈ രണ്ട് സിഫത്തുകൾ അവരിൽ ഉണ്ടായിക്കൊണ്ടേ ഉണ്ടാകും, പക്ഷെ അതിലേക്ക് വലിയ ശ്രദ്ധ അവർ കൊടുക്കില്ല. ലാകിൻ ലം യുമക്കിനു നഹറഹാ മിൻ ഇഫ്സാദി ഉംറാനിഹിം, പക്ഷേ ഈ അരുവിക്ക് ഇവർ ഈ അമാലുകൾ മുഴുകുന്നത് കൊണ്ട് തന്നെ അവരുടെ ശേഷി ഉണ്ടാവും. അമലുകൾക്ക് നല്ല ശേഷി ഉണ്ടാവും, അവരുടെ കൽബിന് നല്ല ശക്തി ഉണ്ടാവും. ആ കൽബിൽ അമാലുകൾ കൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള ഈ കെട്ടിടങ്ങളെ ഈ സിഫത്തുകളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് സിഫത്തുകളുടെ അരുവി വരുമ്പോൾ അരുവികൾക്ക് ഇതിനെ തകർക്കാൻ പറ്റാതെയാകും. ഞാൻ ആദ്യം ഇത് വായിച്ചിട്ട് ഇതിൻ്റെ ഒരു ആശയം പറയാം, എന്നിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. കാരണം ഇത് വളരെ സാഹിത്യപരമായിട്ടുള്ള വാക്കുകളിലാണ് ഇബ്നു ഖയ്യിം എഴുതിയിട്ടുള്ളത്. ബലിസ്തഗലൂ ബിതഹ്സീനിൽ ഉംറാൻ, അവർ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, സൽക്കർമ്മങ്ങൾ മുഴുകുന്ന ആളുകൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവരുടെ കൽബിന്റെ കെട്ടിടങ്ങളെ അഥവാ ഈ ഈമാനിന്റെ കെട്ടിടങ്ങളെയും മറ്റുമെല്ലാം ഏറ്റവും ശക്തിപ്പെടുത്താനും അതിനെ സംരക്ഷിക്കാനുള്ള പണിയെടുക്കുക. ഒന്നാമത്തെ കൂട്ടർ എന്താ ചെയ്തത്? ആ അരുവിയുടെ സ്രോതസ്സിനെ നിർത്തലാക്കാൻ വേണ്ടി അതിനെതിരെ പോരാടുക ചെയ്യുക. രണ്ടാമത്തെ കൂട്ടർ എന്താ ചെയ്യുന്നത്? അവര് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അത് വരുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നില്ല. അവരുടെ സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്ത് അവരുടെ ഈ ഈമാനിന്റെ കെട്ടിടങ്ങളെ ശക്തിപ്പെടുത്തും. വൈഹ്കാമി ബിനാഇഹി വഅസാസിഹി, അവരുടെ ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനങ്ങളെല്ലാം ഉറപ്പിച്ചു നിർത്തും. വറഔ അന്ന ദാലിക അന്നഹർ ലാ ബുദ്ദ അൻ യസ്ല ഇലൈഹി, അവർക്ക് എന്തായാലും ഉറപ്പാണ്, ഒരു സംശയമില്ല, ഈ അരുവി അല്ലെങ്കിൽ ഈ വികാരങ്ങൾ, ഈ ഗളബിയത്താവട്ടെ ഷഹ്വാനിയത്താവട്ടെ അവരിലേക്ക് ഒഴുകി വരും എന്നുള്ളതിൽ അവർക്ക് സംശയമില്ല, അവരതിന് കാത്തിക്കുകയാണ്. ഫൈദ വസല, പക്ഷെ എത്തിക്കഴിഞ്ഞാൽ വസല ഇലാ ബിനാഇൻ മുഹ്കമിൻ ലം യഹ്ദിംഹു, അത് എത്തുന്നത് എങ്ങോട്ടാണ്? ഇവർ കെട്ടിപ്പടുത്തിട്ടുള്ള തകർക്കാൻ പറ്റാത്ത ഉറച്ച കെട്ടിടത്തിന്റെ മേലേക്കാണ് വരുന്നത്. ബൽ യഖുദു അൻഹു യമീനൻ വശിമാലൻ, ഈ അരുവി ഒഴുകി വന്നു കഴിഞ്ഞാൽ ഇവർ ഉറപ്പിച്ചിട്ടുള്ള ഈ കെട്ടിടത്തിന്റെ മേലേക്ക് അത് ഏൽക്കൂല, അത്രയും സ്ട്രോങ് ആയി ഉണ്ടാവും. ഈ കെട്ടിടത്തിൽ തട്ടി അത് വലത്തോട്ടും ഇടത്തോട്ടും തെറ്റിപ്പോകുക എന്നല്ലാതെ ഇവർക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടാവൂല. എന്നിട്ട് പറയാണ് ഫഹാഉലായി സറഫു ഖുവത അസീമതിഹിം വഇറാദതിഹിം ഫിൽ ഇമാറ, അവരെന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ ശേഷിയും അവരുടെ കെട്ടിടത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചു. വഹിക്കാമിൽ ബിനാ, അതിന്റെ അടിസ്ഥാനം ഉറപ്പിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും ഒരുക്കാനും. വഉലായിക്, ആദ്യം പറഞ്ഞ ആളുകൾ സറഫൂഹാ ഫീ ഖത്ഇൽ മാദ്ദത്തിൽ ഫാസിദ മിൻ അസ്ലിഹാ, അവർ ശ്രമിച്ചത് ഈ ഫസാദിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈ പ്രകൃതിയുള്ള ഈ അടിസ്ഥാനത്തെ അതിനെ മുറിച്ച് കളയാനാണ് നോക്കിയത് ആദ്യം പറഞ്ഞ ആളുകൾ. ഖൗഫൻ മിൻ ഹദമിൽ ബിനാ, അവരുടെ കെട്ടിടങ്ങൾ തകർക്കുമെന്നുള്ള പേടി കാരണത്താൽ, ഇന്ന് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഇബ്നു ഖയ്യിം രണ്ടാളെ പറഞ്ഞത്, ഒന്ന് എല്ലാം ഈമാനുള്ള ആളുകളാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പൊ മോശപ്പെട്ട ഈ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇച്ഛകളോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിൽ ഇവർ വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുക. അപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ ചില ആളുകള് അവർക്ക് ഉള്ള മോശം കാര്യങ്ങളെ, മോശം സ്വഭാവങ്ങളെ, മോശം ഇഷ്ടങ്ങളെ, മോശം ശക്തികളെ അവരില്ലാതാക്കാൻ അവരെന്താ ചെയ്യുക? അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കും. അതിന്റെ തുടക്കം മുതൽ തന്നെ അതില്ലാതാക്കാൻ വേണ്ടി അതിനെതിരെ മാത്രം പോരാടിക്കൊണ്ടിരിക്കും. അതാണ് ഒന്നാമത് പറഞ്ഞ ആളുകൾ. അതിനെതിരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ട് വരിക്കും. രണ്ടാമത്തെ ചില വിഭാഗം ആളുകൾ ഉണ്ടാവും. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവര്
ഈ വരുന്ന ഈ വികാരത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് ഇന്ന മോശം സ്വഭാവമുണ്ട്, മോശം ഇഷ്ടമുണ്ട്, അതിലേക്ക് അവർ വലിയ ശ്രദ്ധ കൊടുക്കൂല. അതേസമയം അവരിവിടെ സൽക്കർമ്മങ്ങളിൽ മുഴുകി അത് കൂട്ടി ദിക്റും ഖുർആൻ പാരായണവും അതുപോലുള്ള കാര്യങ്ങളെല്ലാം മുഴുകി അവരെ ഈമാൻ കൂടുതൽ ശക്തിയുള്ളതാക്കും. ഒന്നാമത്തെ കൂട്ടർ അവരിലേക്ക് വരുന്ന ഈ ദേഹേച്ഛയെ അതിന്റെ തുടക്കത്തിൽ പോയി നിർത്താൻ വേണ്ടി ശ്രമിക്കും. ഇടയ്ക്ക് കുറച്ചുകാലം അവർക്ക് ജയിക്കാൻ പറ്റും, കുറച്ചുകാലം മനുഷ്യന്റെ പ്രകൃതി ജയിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കൂട്ടർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൽക്കർമ്മങ്ങളെ അവർ കെട്ടിപ്പടുത്ത് വളർത്തിക്കൊണ്ടിരിക്കും, ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വികാരങ്ങൾ വരുന്ന സമയത്ത് ഈ സൽക്കർമ്മങ്ങളെ തകർത്ത് കളയാൻ പറ്റാത്ത രീതിയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ആ കെട്ടിടത്തിന്റെ ഉപമയിലെല്ലാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. ഇത് മനസ്സിലാവാനാണ് ആദ്യം അരുവി ഒഴുകി വരുന്നത് പറഞ്ഞത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വസഅൽതു യൗമൻ, ഈ രണ്ടാമത് പറഞ്ഞ ഈ ആളുകളെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാണ്, വസഅൽതു യൗമൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഞാൻ ഒരിക്കൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് ചോദിക്കുകയുണ്ടായി, അൻ ഹാദിഹിൽ മസ്അല, ഈ പറഞ്ഞൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് നമുക്ക് വരുന്ന ഈ തെറ്റായ ചിന്തകൾ, തെറ്റായ ഇഷ്ടങ്ങൾ, അതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. വഖത്ഇൽ ആഫാതി വലിസ്തിഗാൽ ബിതൻഖിയത്തി ത്വരീഖ് വതൻദീഫിഹാ, ഈ പ്രകൃതിയാ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ ഉപദ്രവങ്ങളെ തടയാൻ ശ്രമിക്കൽ, അല്ലെങ്കിൽ ആ മാർഗം ശരിയാക്കുക, അതൊന്നും ഇല്ലാത്ത ഏറ്റവും നല്ല രീതിയിലാക്കിയെടുക്കുക, അതിനെ പ്രതിരോധിക്കുക, എന്നിട്ട് നമ്മൾ അള്ളാഹുലേക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അങ്ങനെ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. അതായത് നമ്മുടെ ഈ ഇച്ഛകളൊക്കെ അതിന്റെ തുടക്കം മുതൽ ഇല്ലാതാക്കി, ഒരു നിലക്കും ഇല്ലാതാക്കി തടഞ്ഞു നിർത്തിയിട്ടാണോ നമ്മൾ അള്ളാഹുലേക്ക് മുന്നോട്ട് പോകേണ്ടത്? അതല്ല, എന്താണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് ചോദിക്കുകയുണ്ടായി. ഫഖാല ലി ഫി ജുംലതി കലാമിഹി, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, എന്നോട് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് അതിന്റെ മൊത്തത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നഫ്സു മിസ്ലുൽ ബാതൂസ് വഹുവ ജുബ്ബുൽ ഖദർ. നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ മോശപ്പെട്ട ആഗ്രഹങ്ങളും ഇച്ഛകളും എല്ലാം ഉള്ള അവസ്ഥയിൽ നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാത്തൂസിനെ പോലെയാണ്. ബാത്തൂസ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു സെപ്റ്റിക് ടാങ്കിനെ പോലെയാണ്, കാഷ്ടവും ഇതെല്ലാം വെക്കുന്ന അതുപോലെയാണ്. കുല്ലമ നബശ്തഹു ദഹറ വഖറജ, നീ അതിനകത്ത് പോയിട്ട് കുഴിച്ചെടുത്ത് അതിനകത്ത് തോണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാവുക, അത് കൂടുതൽ പുറത്തേക്ക് ആകുന്ന അവസ്ഥയിലുണ്ടാവുക. വലാകിൻ ഇൻ അംകനക അൻ തസ്ഖുഫ അലൈഹി, എന്നാൽ ആ ഒരു കുഴിയെ, അഥവാ കാഷ്ടവും മറ്റും ഇട്ട് വീഴുന്ന അല്ലെങ്കിൽ ആ കുഴിയെ നീ അതിന്റെ മേലെ ഒന്ന് മറച്ചു വെച്ച്, വതഅബുറഹു വതജൂസഹു ഫഫ്അൽ, അതിന്റെ മേലൊരു തടസ്സം വെച്ച് പുറത്തേക്ക് വരാത്ത രീതിയിൽ, അതിന്റെ ദോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ നീ തടഞ്ഞ് മറച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. വലാ തശ്തഗിൽ ബിനിബ്ശിഹി, നീ അതിനെ എന്ത് ചെയ്യാൻ നിൽക്കരുത്, അതിനെ തോണ്ടിയെടുക്കാൻ നിൽക്കരുത്, അതിന്റെ അകത്തുനിന്ന് പിന്നെ കോരി തോണ്ടിയെടുക്കാൻ നിൽക്കരുത്. ഫഇന്നക ലൻ തസില ഇലാ ഖറാരിഹി, നീ അത് എല്ലാം എടുത്തു കളഞ്ഞ് ഞാൻ അതിനെ വൃത്തിയാക്കി എടുക്കുമെന്ന് വെച്ചിട്ട് നീ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് എന്ത് സാധിക്കൂല, അതിന്റെ ആഴത്തിലെത്താൻ സാധിക്കൂല. അത് വീണ്ടും വീണ്ടും കുറെ പുറത്തേക്ക് വരെ ഉണ്ടാവുള്ളൂ. വകുല്ലമാ നബശ്ത ശൈഅൻ വഹറ ഗൈറുഹു, എത്രത്തോളം നീ തോണ്ടിയത് വൃത്തിയാക്കാൻ വേണ്ടി അത് മാറ്റാൻ ശ്രമിച്ചാൽ അടുത്തത് അതിന്റെ താഴെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറയാം. അതായത് മോശപ്പെട്ട സ്വഭാവങ്ങളോ ചിന്തകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ നമ്മളിൽ ഉണ്ട് എങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനെക്കുറിച്ച് മാത്രം അതിന്റെ പിന്നാലെ മാത്രം നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിനൊരിക്കലും എന്തുണ്ടാവില്ല, അവസാനം ഉണ്ടാവില്ല. അതൊരിക്കലും അവസാനം ഉണ്ടാവില്ല. അതൊന്നല്ലാത്ത മറ്റൊരു രീതിയിൽ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും. അതായത് നമുക്കൊരു മോശപ്പെട്ട ഒരു തെറ്റിനോട് ഇഷ്ടമുണ്ട്, ചിന്തയുണ്ട് എങ്കിൽ അതിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് നേരായിട്ടേ ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ അത് പൂർണ്ണമായി നിന്നിട്ടേ ഞാൻ അതൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ആണെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടാകാനേ പോകുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇബ്നു തൈമിയ്യ മൊത്തത്തിൽ പറഞ്ഞത്. അപ്പൊ ഇബ്നു ഖയ്യിം പറയാണ്, ഫഖുൽതു, അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് പറഞ്ഞു, സഅൽതു അൻ ഹാദിഹിൽ മസ്അല ബഅദ ശുയൂഖ്, ഞാൻ മറ്റു ചില പണ്ഡിതന്മാരോട് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. ഫഖാല ലി, അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, മിസാലു ആഫാത്തിൻ നഫ്സി മിസാലുൽ ഹയ്യാത്തി വൽ അഖാരിബി ലത്തി ഫി ത്വരീഖിൽ മുസാഫിർ. ഇത് നല്ലൊരു ഉപമയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഥവാ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഈ നഫ്സിൽ പ്രകൃതിയാ ഉള്ള ഇതുപോലെയുള്ള സ്വഭാവത്തിന്റെയും ഇച്ഛകളുടെയും ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു വിഷയത്തിൽ
ഇബ്നുൽ ഖയ്യിം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ മറ്റു ചില മശായിഖ്മാരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന നിലക്ക് ഇബ്നു തൈമിയ്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ നഫ്സിന്റെ ഇതുപോലെയുള്ള ദോഷങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തെറ്റിനോടുള്ള ആഗ്രഹം, പ്രേരണ, തേട്ടം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മിസാലുൽ ഹയ്യാത്തി വൽ അഖാരിബിൽ ലതീഫി ത്വരീഖിൽ മുസാഫിർ. ഒരു യാത്ര പോകുന്ന ഒരാൾ ഒരു വഴിയിലൂടെ യാത്ര പോവുകയാണ്. ആ വഴിയിൽ പാമ്പും തേളും അതുപോലെ ജീവികളുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. ഒരു വഴിയിലൂടെ പോകുമ്പോൾ അതേപോലെയാണ് ഈ നഫ്സിന്റെ ആഫത്തുകൾ. فإن أقبل على تفتيش الطريق عنها والاستغلال بقتلها انقطع. നീ ആ വഴിയിലൂടെ പോകുമ്പോ ആ വഴിയിലുള്ള എല്ലാ പാമ്പിനെയും തേളിനെയൊക്കെ കൊന്നിട്ടേ ഞാൻ പോവുള്ളൂ, അതിനൊക്കെ വൃത്തിയാക്കിയിട്ട് ആ വഴിയൊക്കെ നന്നാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് വെച്ചിട്ട് അതിൽ നീ മുഴുകിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? നിന്റെ യാത്ര എവിടെ എത്താൻ പോണില്ല, അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. നീ പോകേണ്ട സ്ഥലത്തേക്ക് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. അതായത് നമ്മളൊരു വഴിയിലൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ആ വഴിയിൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് അപ്പുറത്ത് പാമ്പും തേളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വഴിയിലുള്ള എല്ലാ പാമ്പിനെയും തേളിനൊക്കെ ഇല്ലാതാക്കിയിട്ടേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേ സാധിക്കുള്ളൂ? നിനക്ക് പോകാൻ സാധിക്കൂല, അവിടെ നിൽക്കേണ്ടി വരും. വലം യുംകിൻ ഹുസ്സഫർ ഖത്തു, നിനക്ക് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റൂല, ആ യാത്ര നിനക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. വലാക്കിൻ, പക്ഷേ ലിതകുൻ ഹിമ്മത്തുക്കൽ മസീർ, നിനക്ക് ഉണ്ടാകേണ്ട ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഞാൻ എത്തേണ്ടത് എനിക്ക് അവിടെ എത്തണം എന്നുള്ളതായിരിക്കണം നിന്റെ ചിന്ത. എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുക എന്നുള്ളതായിരിക്കണം. വലിയ അറാദ അൻഹ, ബാക്കിയുള്ള കാര്യത്തിൽ നിന്ന് അവൻ ചിന്ത ഒഴിവാക്കണം. നീ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെ അതിനെങ്ങനെ ശ്രദ്ധിച്ചു കൊടുത്ത് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതൊക്കെ നീ ഒഴിവാക്കണം. അങ്ങനെ ബാക്കിയുള്ള കാര്യം ശ്രദ്ധിക്കാതെ നിന്റെ യാത്ര ലക്ഷ്യം വെച്ച് നീ മുന്നോട്ട് പോകുമ്പോ ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും തടസ്സമായിട്ട് വന്നാൽ നീ എന്ത് ചെയ്യണം? അതിനെ കൊന്നുകളയണം. മനസ്സിലായില്ലേ? ഒരു വഴിയിലൂടെ പോകുമ്പോ ആ വഴിയിലുള്ള എല്ലാത്തിനെയും കൊന്നിട്ടേ ഞാൻ യാത്ര മുന്നോട്ട് പോകുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് യാത്ര ചെയ്യാൻ സാധിക്കൂല. അതല്ല നീ പോവുക, നിന്റെ ലക്ഷ്യം യാത്ര പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കണം. എന്നാൽ ആ യാത്ര പോകുന്നിടത്ത് തടസ്സമായിട്ട് എന്തെങ്കിലും മുന്നിൽ വന്നു കഴിഞ്ഞാൽ നീ അതിനെ കൊല്ലുകയും ചെയ്യുക. പിന്നെ നീ നിന്റെ യാത്ര തുടരുകയും ചെയ്യുക. ഇത് പറഞ്ഞപ്പോൾ ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫസ്തഹ്സന ശൈഖുൽ ഇസ്ലാം ദാലിക ജിദ്ദൻ വഅസ്ന അലാ ഖാഇലിഹി. ഷെയ്ഖുൽ ഇസ്ലാം നല്ലൊരു രീതിയിലാണ് ആ ഉപമ, അതിനെ കുറെ നല്ലത് പറയുകയും പ്രശംസിക്കുകയും ചെയ്തു, അത് പറഞ്ഞ ആളെ പ്രശംസിക്കുകയും ചെയ്തു എന്ന് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. ഇതാണ് അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മോശപ്പെട്ട ചിന്തകളാവട്ടെ, മോശപ്പെട്ട നമ്മുടെ ആഗ്രഹങ്ങളാവട്ടെ, സ്വഭാവങ്ങളാവട്ടെ, ശേഷികളാവട്ടെ, അതെല്ലാം പൂർണ്ണമായി നന്നാക്കിയിട്ടേ ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുള്ളൂ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നന്നാക്കാൻ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു തടിക്ക് പോലും ദീനിൽ മുന്നോട്ട് കടക്കാൻ സാധിക്കൂല. എന്നാൽ ദീനിൽ മുന്നോട്ട് എത്തണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഈ മോശപ്പെട്ട വികാരങ്ങൾ എന്തെങ്കിലും നമ്മൾക്ക് തടസ്സമായി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇല്ലാതാക്കണം, അതിനെതിരെ നിൽക്കണം. അതല്ലെങ്കിൽ ആ യാത്ര മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോ രണ്ടാമത്തെ ആളുകൾ അവർ ചെയ്തത് അവരുടെ കർമ്മങ്ങൾ അവർ ചെയ്തു, ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്തില്ല, അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി ഇതാ തബയ്യന ഹാദ, രണ്ടാമത്തെ ആളുകൾ എടുത്ത നിലപാട് മനസ്സിലായല്ലോ. നല്ല ആളുകൾ, അതായത് അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഈ മൂന്നാലൊരു വിഭാഗത്തിലുണ്ടാവുക. അതായത് അള്ളാഹുവിലേക്ക് അടുക്കണം, മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ ജീവിക്കണം, പരലോകത്ത് വിജയിക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ അവരുടെ മോശപ്പെട്ട സ്വഭാവങ്ങളെയും ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും എല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഈ മൂന്ന് രീതിയിലായിരിക്കും. ഒന്നെങ്കിൽ അത് തീരെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും, സ്വന്തത്തിനോട് ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് അവർ വിജയിക്കും, ഇടയ്ക്ക് അവർ വിജയിക്കില്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ആളുകൾ അവർ കൂടുതൽ സൽക്കർമ്മങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതെല്ലാം വന്നാലും തകരാത്ത രീതിയിൽ ഇൽമും അമലും കൊണ്ട് ശക്തമായ കെട്ടിടം ഈമാനിന്റെ വൃക്ഷം അവർ പടുത്തുയർത്തും. രണ്ടു കൂട്ടർ അങ്ങനെയാണ് ചെയ്യേണ്ടത് മറ്റേ ആളുകളെക്കാൾ. മൂന്നാമത്തെ കൂട്ടരെ പറ്റി പറയാണ്, ഇത് രണ്ടും നിനക്ക് വ്യക്തമായിട്ടുണ്ട് എങ്കിൽ ഫഹാദിഹിൽ ഫിർഖതു അസ്സാലിസ, മൂന്നാമത്തെ വിഭാഗം, റഅത് അന്ന ഹാദിഹി സിഫാതി മാ ഖുലിഖത് സുദൻ വലാ അബസൻ, അവർക്ക് ബോധ്യം ഉണ്ടാവും ഈ വിശേഷണങ്ങൾ, ഗളബിയായിട്ടുള്ള വിശേഷണങ്ങളാവട്ടെ, ഷഹ്വാനിയായിട്ടുള്ള വിശേഷണങ്ങളാവട്ടെ, ഇത് അള്ളാഹ് വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മളിൽ നമുക്ക് ഷഹ്വത്ത് തന്നിട്ടുള്ളതും നമുക്ക് ദേഷ്യം തന്നിട്ടുള്ളതും നമുക്ക് അതുപോലുള്ള വികാരങ്ങൾ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് വെറുതെ അല്ല, അതിന് ഹിക്മത്തുണ്ട്, അത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്നവർക്ക് ബോധ്യപ്പെടും.
وأنها بمنزلة ماء يسقى به الورد والشوك والثمار والحطب. ഇത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം പോലെയാണ്, ഒരു അരുവി പോലെയോ അല്ലെങ്കിൽ വെള്ളം പോലെയാണ്. ഏതുപോലെ? ആ വെള്ളം കൊണ്ട് റോസാപ്പൂ ഉണ്ടാവും, അതേ സമയത്ത് മുള്ളുള്ള ചെടികളും ഉണ്ടാകും, കായ്ക്കനികൾ ഉണ്ടാകും, അതേ സമയത്ത് വേറൊന്നും കായ്ക്കനി തരാത്ത വിറകിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചെടികളും ഉണ്ടാവും. അതുപോലെയാണത്. അതായത് ഈ ദേഹേച്ഛകളെ കൊണ്ട് ഉപകാരമുള്ളതുണ്ടാവും, ഉപദ്രവമുള്ളതുണ്ടാവും. അങ്ങനെ രണ്ട് രീതിയിൽ, ഒരു ഉപകാരമില്ലാത്തതുണ്ടാവും, ഉപകാരമുള്ളതുണ്ടാവും. ഈ രണ്ട് രീതിയിൽ കാര്യങ്ങളെ ഒരേ വെള്ളം ഒഴിച്ച് വളർത്തിയെടുക്കുന്നത് പോലെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെടി വളർത്തിയെടുക്കുമ്പോൾ ഒരുത്തന് എന്ത് ചെയ്യാം? അവന് നല്ല കായ്ക്കനി ലഭിക്കുന്ന, നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ചെടിയെ വളർത്തിയെടുക്കാം വെള്ളം ഒഴിച്ചിട്ട്. ഇതേ വെള്ളം ഒഴിച്ചിട്ട് അവൻ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന ചെടിയോ കായ്ക്കനിയോ ഉള്ള അതിനെ വളർത്തിയെടുക്കാം. അതുപോലെയാണ് ഈ വികാരങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വഭാവങ്ങൾ, ഈ വികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൂല്യവത്തായ സാധനങ്ങൾ, കാര്യങ്ങൾ ഇട്ടുവെച്ചിട്ടുള്ള ഒരു സംരക്ഷണത്തിന്റെ ഒരു പാത്രം പോലെ. അഥവാ മൂല്യവത്തായ ഒരു കാര്യം അതിനകത്തുണ്ട്, അതെടുക്കാൻ തടസ്സമായിട്ടുള്ള ഒരു കാര്യം പോലെയാണ് ഈ വികാരങ്ങളെ അവർ മനസ്സിലാക്കുക. അവർ ഈ ദോഷത്തിൽ നിന്ന് എന്താണോ ഭയപ്പെടുന്നത് അതാണ് അവരുടെ വിജയത്തിന്റെ കാരണം. അതിന് ഭയപ്പെടേണ്ടതുണ്ട്, ഇന്നെ സംഭവിച്ചാൽ എന്ന പ്രശ്നം ഉണ്ടാവും, അത് അവർക്ക് വിജയത്തിന്റെ കാരണമാണ്. പക്ഷെ അതിനകത്തെല്ലാം ഒരു നന്മയുണ്ട്, അതിലൊരു ഖൈറുണ്ട് എന്നൊരു ഒന്ന് ഈ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാകും. എന്നിട്ട് പറയാണ് ഫറഔ, ആ കൂട്ടർ, മൂന്നാമത്തെ കൂട്ടർ, അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും അന്നൽ കിബ്റ നഹ്റുൻ. കിബ്ർ എന്നുള്ളത്, കിബ്ർ എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം. അഹങ്കാരം എന്നുള്ളത് ഒരു അരുവിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യുസ്കാ ബിഹി, ആ അരുവിയിലെ വെള്ളം കൊണ്ടുണ്ടാകുന്ന മറ്റു പല കാര്യങ്ങളാണ് അൽ ഉലുവു വൽ ഫഖ്റു വൽ ബത്റു വദ്ദുൽമു വൽ ഉദ്വാൻ. അഥവാ പെരുമ നടിക്കുക, പൊങ്ങച്ചം നടിക്കുക, ഗർവ് കാണിക്കുക, മറ്റുള്ളവരോട് അക്രമം കാണിക്കുക, പകയും വിദ്വേഷവും ശത്രുതയും വെക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തുന്നുണ്ടാവുക? ഇതിന്റെയൊക്കെ അസ്ലെന്താണ്? അതായത് കിബിർ എന്നുള്ളത് ഒരു അരുവിയാണെങ്കിൽ ആ അരുവിയുടെ വെള്ളം കൊണ്ട് ഉണ്ടായി വരുന്ന സ്വഭാവം, മോശം സ്വഭാവങ്ങളാണെന്ത്? മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുക, ഗർവ് കാണിക്കുക, അവരോട് ദുൽമ കാണിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്നിട്ട് മുഖ്യം പറയുകയാണ് വയുസ്കാബിഹി, ഇതേ കിബിറിന്റെ അരുവി കൊണ്ട് തന്നെയാണ് ഇനി പറയുന്ന കാര്യങ്ങൾക്കും വെള്ളമൊഴിക്കുന്നത്. അതേതാണ്? ഉലുവുൽ ഹിമ്മ, ഉന്നതമായ അഭിലാഷം, ഉന്നതമായ ചിന്തകൾ, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ള ചിന്തകൾ ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ വൽ അനഫത്തി വൽ ഹമിയ. അനഫത്തി ഹമിയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരഭിമാനം എന്ന് പറയില്ല. അതായത് ഒരാളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാത്ത, ഒരാളുടെ മുമ്പിൽ നിന്ദ്യത അനുഭവിക്കേണ്ടി വരാത്ത ഇജ്ജത്തോടു കൂടി നിൽക്കുന്ന അവസ്ഥ. വൽ മുറാഗമത്തുൽ അഅദാ ഇല്ല. മുറാഗമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശത്രുക്കളെ ചൊടിപ്പിക്കുന്ന, അഥവാ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന നിലക്ക് അവരെ ചൊടിപ്പിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ വഖഹ്റുഹും വൽ ഉലുവു അലൈഹിം വൽ ഉലുവു അലൈഹിം, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ മേലെയുള്ള ആധിപത്യവും അവരുടെ മേലെ കാണിക്കുന്ന ഔന്നത്യവും. ഇതും എന്തിനാണ്ടാവുന്നത്? കിബിറിനാണ് ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കിബിർ എന്നുള്ള മനുഷ്യനുള്ള പ്രകൃതിയുള്ള ഒരു സ്വഭാവം, അതിനൊരു അരുവിയായി കണക്കാക്കിയാൽ ആ അരുവി അല്ലെങ്കിൽ ആ കിബിർ എന്നുള്ള വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ആദ്യം പറഞ്ഞ പെരുമ നടിക്കുക, പൊങ്ങച്ചം കാണിക്കുക, ധിക്കാരം കാണിക്കുക പോലെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത്. ഇതേ അരുവിയിൽ നിന്നാണ് ഒരാൾക്ക് ഉന്നതമായ അഭിലാഷങ്ങളും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിന്ദ്യനാവാതെ തരം താഴാതെ ഇജ്ജത്തോടുകൂടി നിൽക്കുന്ന അവസ്ഥയും അള്ളാഹുവിന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഇജ്ജത്തോടുകൂടി നിൽക്കാനും അതുപോലെ തന്നെ അവരുടെ മേലെ ആധിപത്യം നേടാനും എല്ലാമുള്ള ശേഷി ഉണ്ടാകുന്നതും ഇതേ കിബിർ എന്നുള്ള അരുവിയുടെ വെള്ളം കൊണ്ട് തന്നെയാണ്. രണ്ടും ഒരേ അരുവിയിൽ നിന്നാണ് രണ്ടിനും വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം പറയാണ് വഹാദിഹി ദുർറത്തുൻ ഫീ സദഫതിഹി. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിബിർ എന്ന് പറഞ്ഞ ഈ സിഫത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ഈ നല്ല ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പിക്കകത്തെ മുത്തുപോലെയാണ്. കിബിർ എന്നുള്ളത് ഒരു ചിപ്പിയാണെങ്കിൽ അതിനകത്തുള്ള മുത്തുകളാണ് ഈ പറഞ്ഞ നല്ല ഗുണങ്ങൾ എന്നുള്ളത്. കിബിർ എന്നുള്ള ഈ വിശേഷണം, ഓരോ മനുഷ്യന്റെ ഉള്ള ഈ വിശേഷണം അതൊരു അരുവിയായി സങ്കല്പിച്ചാൽ അതിൽ നിന്ന് തന്നെയാണ് മോശപ്പെട്ട സ്വഭാവങ്ങളുടെ ഉണ്ടാകുന്നത്.
അതിന്റെ ഒരു സ്രോതസ്സിൽ നിന്ന് തന്നെയാണ് ഇസ്സത്തിന്റെയും അതുപോലെ തന്നെ ഉലൂവുൽ ഹിമ്മ അതുപോലെയുള്ള മറ്റു പല നല്ല ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു പറയാണ്, ചിപ്പിക്കകത്തുള്ള മുത്തിനെ പോലെയാണ്, അഥവാ ചിപ്പി കിബറിന്റെ ആ വിശേഷണമാണെങ്കിൽ അതിനകത്തുള്ള മുത്താണ് ഈ പറഞ്ഞ നല്ല ഗുണങ്ങൾ. എന്നിട്ട് പറയുകയാണ്, ഫസറഫു മജ്റാഹു ഇലാ ഹാദൽ ഗിറാസ്. അപ്പൊ ഈ കിബർ എന്നുള്ള ഈ അരുവി, ആ ഒഴുകുന്ന അരുവിയെ ഈ പറഞ്ഞ പോലെ, അഥവാ ശത്രുക്കളുടെ മുമ്പിൽ, കാഫിര്യങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അതുപോലെ ഇസ്സത്തിന്റെ ഭാഗത്തേക്കാണ് അവരതിനെ ഒഴുക്കിവിടുന്നത്. വസ്തഖ്റജു ഹാദിഹി ദുർറ മിൻ സദഫതിഹി. അവർ ഈ ചിപ്പിയിൽ നിന്ന്, അഥവാ കിബർ എന്നുള്ള ചിപ്പിയിൽ നിന്ന് ഈ പവിഴത്തിനെ, അഥവാ ഈ മുത്തിനെ, ഈ നല്ല സ്വഭാവത്തെ അവർ പുറത്തെടുക്കുന്നു. വബ്ഖൗഹു അലാ ഹാലിഹി ഫി നുഫൂസിഹിം. അവർ ആ കിബർ എന്നുള്ളത് അവരുടെ ഉള്ളിൽ അതെങ്ങനെയാണോ പ്രകൃതിയാ ഉള്ളത് അത് അതേപോലെ വെക്കുകയും ചെയ്യുന്നു. ലാകിൻ ഇസ്തഅമലൂഹു ഹൈഥു യകൂൻ ഇസ്തിഅമാലുഹു അൻഫഅ. പക്ഷെ അതിനെ ഉപയോഗിക്കുന്നത് എവിടെയാണോ ഉപകാരമുള്ളത്, എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആ നിലക്കുമായിരിക്കും. അതായത് ഈ രണ്ട് ആദ്യം പറഞ്ഞ മോശം സ്വഭാവങ്ങളുടെയും നല്ല ഗുണങ്ങളുടെയും സ്രോതസ് കിബർ എന്നുള്ള അരുവിയാകുമ്പോൾ ഈ അരുവിയിൽ നിന്ന് എന്ത് ചെയ്യും? ഈ നല്ല ഗുണങ്ങൾ അവരെടുക്കും. ഒരു ചിപ്പിക്കകത്ത് നിന്ന് മുത്തിനെ എടുക്കുന്നത് പോലെ അവരെടുക്കും. എന്നിട്ട് ആ കിബർ എന്നുള്ള അരുവിയുടെ സ്രോതസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നിർത്താൻ സാധിക്കൂല. കാരണം അത് മനുഷ്യന് പ്രകൃതി അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. അതിനെ അവിടെ വെക്കുകയും ചെയ്യും. അത് ഉപകാരമുള്ള നിലക്ക്, ഉപകാരമുള്ള സന്ദർഭത്തിൽ അതിനെ പുറത്തെടുക്കുകയും ചെയ്യും. ആവശ്യമായ നിലക്ക് അതിനെ പുറത്തെടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് മൂന്നാമത്തെ കൂട്ടർ. എന്നിട്ട് അതിനൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. വഖദ് റഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അബാ ദുജാനത യതബഖ്തറു ബൈന സഫൈൻ. ഒരിക്കലും ഒരു യുദ്ധത്തിന് സഫുകളായി നിൽക്കുന്ന സമയത്ത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു വളരെ കിബറോട് കൂടി ഒരു നടത്തം നടന്നു. കിബറോട് കൂടിയിട്ടുള്ള ഒരു നടത്തം, സഫുകൾക്കിടയിലൂടെ അങ്ങേയറ്റം പൊങ്ങച്ചം കാണിച്ചുകൊണ്ടുള്ള രീതിയിൽ നടക്കുന്ന ആളുകൾ നടക്കുന്നത് പോലെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സഫുകളുടെ ഇടയിൽ നടക്കുകയാണ്. ഫഖാല, അപ്പൊ ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലമിശ്യതുൻ യുബ്ഗിദുഹു അല്ലാഹ്. ഈ നടത്തം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന ഒരു നടത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന ഒരു നടത്താണത്. ഇല്ലാ ഫീ മിസ്ലി ഹാദൽ മൗദിഅ. പക്ഷേ ഇവിടെ അത് നടക്കാൻ പറ്റും. ശത്രുക്കളുടെ മുമ്പിൽ യുദ്ധത്തിന് നിൽക്കുമ്പോ ഇവിടെ നടക്കാൻ പറ്റും. ഇതല്ല എങ്കിൽ അവൻ വേറെ അങ്ങാടിയിലോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴോ മസ്ജിദിലോ നടന്നെങ്കിലോ അത് പ്രശ്നമാണ്. അതായത് ഒരേ കാര്യം ഒരു മൗലിയിൽ എന്താണ് മോശപ്പെട്ട കാര്യമാണ്, വേറൊരു മൗലിയിൽ എന്താവാണ് നല്ല കാര്യമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെല്ലാം ഉള്ള പ്രകൃതിയാ ഉള്ള ഇതുപോലെ അഥവാ മോശമായി തോന്നുന്ന അല്ലെങ്കിൽ മോശമായ നിലക്ക് കാണുന്ന സ്വഭാവങ്ങളെ, അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങളാവട്ടെ, ഏതൊരു സിഫത്താവട്ടെ, ഏതൊരു വികാരമാവട്ടെ, അതിനെ ഉപകാരമായ നിലക്ക് മാറ്റിയെടുക്കുന്നിടത്താണ് ഒരാളുടെ വിജയം എന്നുള്ളത്. അതെവിടെയാണോ ഉപകാരമുള്ളത് അങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഫൻദുർ കൈഫ ഖല്ല മജ്റ ഹാദിഹി സിഫ വഹാദൽ ഖുലുഖ് യജ്രി ഫീ അഹ്സനി മവാദിഇഹി. നിങ്ങളൊന്ന് നോക്കി നോക്കി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ ഏറ്റവും അഹങ്കാരമുള്ള മോശപ്പെട്ട നിലക്കുള്ള അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു നടത്തം, വെറുപ്പുള്ള അള്ളാഹുവിന് വെറുപ്പുള്ളൊരു നടത്തം. പക്ഷെ അതൊരു സ്ഥലത്ത് എത്തിയപ്പോ എന്തായി? നല്ലൊരു കാര്യമായിട്ട് മാറി. അതായത് ആ സന്ദർഭത്തിലായപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് മാറി. വകൈഫ സാറത്ത് സിഫത്തുൽ മദ്മൂമ ഉബൂദിയതൻ വകൈഫ ഇസ്തിഹാലുൽ ഖാതിഉ മൂസിലൻ. നിങ്ങൾ നോക്കി നോക്കി, ഇവിടെ ദമ്മ് ചെയ്യേണ്ട, ആക്ഷേപിക്കപ്പെടേണ്ട ഒരു സ്വഭാവം ഇവിടെ എന്തായി? ഉബൂദിയത്തായി മാറി. അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്ന ഒരു കാര്യം അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യമായിട്ട് മാറി. കാരണം അബൂ ദുജാന റളിയല്ലാഹുവിന്റെ ആ ഒരു നടത്തം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്തപ്പോൾ അത് നല്ല കാര്യമായി മാറി. അങ്ങനെ വേണം നമ്മുടെ ഉള്ളിലെ മോശപ്പെട്ട സ്വഭാവങ്ങളെ, പ്രകൃതിയാ ഉള്ളതിനെ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് പറയാണ് ഫസാഹിബുർ റിയാദാത്ത്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സ്വന്തത്തിന്റെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ പറഞ്ഞാൽ വൽ ആമിലു അലാ ഖത്ഇ ഉസൂലി ഹാദിഹി സിഫാത്തി മുജ്തഹിദുൻ അലാ ഖത്ഇ മാദത്തിൽ ഖൈലാ വൽ കിബ്ർ. അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കിബർ, അതുപോലെ തന്നെ ഈ പെരുമ അടിക്കുക എന്നുള്ളത് അതിന്റെ അടിസ്ഥാനം തന്നെ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതെ അതിനെ മുറിച്ചു കളയണമെന്ന നിലക്കാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വഹാദാ ഖദ് അഖറഹാ ഫി മൗദിഇഹാ വഅദ്ദഹാ ലിഅഖ്റാനിഹാ. എന്നാൽ ഈ ഒരു കാര്യമോ അല്ലെങ്കിൽ കിബർ എന്നുള്ള കാര്യം അല്ലെങ്കിൽ അത് ആ വിശേഷണം എന്നുള്ളത് ഒരാളുടെ ഉള്ളിൽ അവിടെ ഉറച്ചിട്ടുള്ള അതിന്റെ ഭാഗത്തിലേക്ക് പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ആളുകൾ അവർ ചെയ്യുന്ന എന്താണ്? വഹുവ മുസരിഫുൻ ലഹാ
അതിനെ മാറ്റുകയാണ്. അത് ഉപകാരപ്പെടുന്ന രീതിയിൽ, അത് ആവശ്യപ്പെടുന്ന രീതിയിൽ, അതിനെ നല്ല രീതിക്ക് വേണ്ടി മാറ്റിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചുരുക്കം പറഞ്ഞത്, ആദ്യം പറഞ്ഞ അരുവി ഒഴുകുമ്പോൾ നമ്മൾ തടുത്തു നിർത്താനോ അല്ലെങ്കിൽ അതിന്റെ അസ്ലിന്ന് നിർത്താനോ ശ്രമിച്ചുകൊണ്ട് കാര്യമില്ല. ആ ആളുകൾ ചെയ്തതുപോലെ അവർക്ക് കൃഷിയുടെ നിലത്തേക്ക് വെള്ളം കിട്ടാവുന്ന അവസ്ഥയിലും അവർക്ക് കോരിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവിട്ടല്ലോ. അതേപോലെ നമ്മളിലുള്ള മോശം സ്വഭാവങ്ങളെ അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന, അത് നല്ലതായിത്തീരുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് പുറത്തെടുക്കുകയും ആ സമയത്തിലേക്ക് അതിനെ മാറ്റിവെക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ. ഇനി ഹസദിന്റെ വിഷയത്തിലും ഹെർസിന്റെ ആർത്തിയുടെ വിഷയത്തില്, ഷഹ്വത്തുകളുടെ വിഷയത്തില്, അതുപോലെ ഓരോ കാര്യങ്ങൾ കേൾക്കാനുള്ള ഷഹ്വത്തിന്റെ വിഷയത്തില്, സംഗീതം കേൾക്കാനുള്ള ഷഹ്വത്തിന്റെ വിഷയത്തില്, അതൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, ഓരോ വികാരങ്ങളും എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതിന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ വായിക്കാം. ഇത് വളരെ ചിന്തിക്കുക, എങ്ങനെയാണ് സ്വന്തത്തിൽ ഇതിനെ പരിശ്രമിക്കേണ്ടത് എന്ന് ആലോചിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.